ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സകലേഷ്പുരയുടെ രണ്ടാമത്തെ ദിവസം സകലേഷ്പുരയുടെ തന്നെ വേറെ ഒരു ഫേമസ് അട്രാക്ഷനായിട്ടുള്ള മഞ്ചരാബാദ് ഫോർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഫോർട്ട് 8 മണിക്ക് ഓപ്പൺ ആവും. അപ്പോൾ നമ്മളിവിടെ അധികം ലേറ്റ് ആക്കിയില്ല, നേരത്തെ തന്നെ ഇങ്ങോട്ട് പോന്നു. ഇതുപോലുള്ള സ്റ്റെപ്സ് കയറിയിട്ട് കുറച്ച് മുകളിൽ പോയിട്ടാണ് നമ്മുടെ ഫോർട്ട്. ആക്ച്വലി നിങ്ങളിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ഫോർട്ടാണ്. അപ്പോൾ നമുക്കിത് മേലെ നിന്ന് ഡ്രോണിലൊക്കെ നോക്കുമ്പോഴാണ് ആ സ്റ്റാർ ഷേപ്പ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഇത് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഫോർട്ടാണ്. ടിപ്പു സുൽത്താൻ പണിതിട്ടുള്ള ഫോർട്ടുകളിൽ ഒന്നാണ് ഈ മഞ്ചരാബാദ് ഫോർട്ട്. അപ്പോൾ സകലേഷ്പുരയിൽ നല്ല മഴയായ കാരണമായിരിക്കും ഈ ഫോർട്ട് മൊത്തം പച്ച പിടിച്ചിരിക്കുകയാണ്. നല്ലൊരു ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ സത്യം പറഞ്ഞ മഞ്ചരാബാദ് ഫോർട്ട്. ഇങ്ങനെ നമ്മൾ മേലെ കയറിയിട്ട് അങ്ങനെ ചുറ്റുവട്ടം നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റും. അങ്ങനെ മേലെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. കോഫി പ്ലാന്റേഷൻസും അതുപോലെ തന്നെ കുന്നുകളും ലാൻഡ്സ്കേപ്സൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുള്ളൊരു വ്യൂ ആണ്. ആക്ച്വലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ മഴയും അതുപോലെ തന്നെ ഫോഗൊക്കെ ഉള്ള കാരണം നമുക്ക് എന്താ പറയുക, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. സകലേഷ്പുരയിൽ ഇനിയും ഒരുപാട് എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങൾ അതുപോലെ തന്നെ വാട്ടർഫോൾസൊക്കെ ഉണ്ട്. നമുക്ക് സമയപരിമിതി കാരണം പിന്നെ മഴ കാരണമൊക്കെ നമ്മളതൊന്നും കാണാൻ പോയില്ല. ഇനി നമ്മൾ പോകുന്നത് ഹസനിലോട്ടാണ്. ഹസൻ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഭാഗമാണ് സകലേഷ്പുര. അപ്പോൾ ഹസനും അതുപോലെ തന്നെ കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള പ്ലേസാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഹോയ്സലേശ്വര ടെമ്പിളിലാണ്. ഹോയ്സലേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് ഹളബീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ലോക്കലി ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് ഹളബീഡ്. ഇത് ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഇവിടെ ഒരുപാട് റൂയിൻസും അതുപോലെ തന്നെ ടെമ്പിൾസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ആർക്കിടെക്ചറാണ് ഏറ്റവും നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ്. കല്ലിൽ കൊത്തിയിട്ടുള്ള ചെറുത് മുതലേ വലുത് വരെയുള്ള ഒരുപാട് എന്താ പറയുക രൂപങ്ങൾ, അതൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അമ്പലമാണ്. നമുക്ക് നടന്ന് കാണാൻ മാത്രമുള്ള ഒരു നല്ല അമ്പലമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കാണുന്ന പച്ച പുൽത്തകിടിയിൽ ഇരുന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ആക്ച്വലി ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഈവനിങ് അല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഈ ഹളബീഡ്. ഇനി നമ്മളിവിടെ നിന്ന് തിരിച്ച് നമ്മൾ ബാംഗ്ലൂർക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ അധികം ഫേമസ് അല്ലാത്ത എന്നാൽ നമ്മളൊരുപാട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ട് ഇങ്ങനെ ഇൻസ്പയർഡായിട്ട് വന്നൊരു സ്ഥലമായിരുന്നു ആക്ച്വലി ഷെട്ടിയള്ളി റോസറി ചർച്ച്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സബ്മേർജിങ് ചർച്ച് അല്ലെങ്കിൽ ഫ്ലോട്ടിങ് ചർച്ച് എന്നൊക്കെയാണ് പറയുന്നത്.
പണ്ട് ഫ്രഞ്ച് മിഷണറീസ് ഇത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഡാമോ റിസർവോയർ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ ഹേമാവതി റിസർവോയർ വന്നപ്പോൾ ഇതിൽ വെള്ളം കാരണം മൺസൂൺ സീസണിൽ ഈ ചർച്ച് മുങ്ങിപ്പോവും. പിന്നെ വേനൽക്കാലത്ത് വെള്ളം ഇറങ്ങുമ്പോൾ ഈ ചർച്ച് പൊങ്ങി വരും. അപ്പോൾ വേനൽക്കാലത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സ്പേസാണ് ഷെട്ടികളി ചർച്ച്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.